ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടാമ്പിയിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ലാഭമേള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവസ്ഥ, എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ പട്ടാമ്പി എത്തിയിട്ടുണ്ട്. മേലെ പട്ടാമ്പിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ എല്ലാ സാധനങ്ങളും ലാഭത്തിലുണ്ട്. 5 രൂപ മുതൽ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്, നമുക്ക് പറ്റിയതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കായിട്ടുണ്ട്. മക്കളൊക്കെ ഉണ്ട് കേട്ടോ പോകുമ്പോൾ. അങ്ങനെ എന്താ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. വണ്ടികളും തിരക്കും, പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ലാണ്ടൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് അകത്തേക്കൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പുകളും കുട്ടികളുടെ ഐറ്റംസും പിന്നെ ബക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളുടെ ചെരുപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ റേറ്റ് കുറവ്, 150, 200 അങ്ങനെയൊക്കെ ആ റേറ്റിലൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതാ ചെരുപ്പ് ഇത് വന്നിട്ട് 200 രൂപ ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 200 രൂപക്കൊക്കെ നല്ല അടിപൊളി ചെരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൊട, ഇത് എത്രയും 330, 320 അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ 200 രൂപയുടെ ബാഗുകൾ, പിന്നെ ചെറിയ ബാഗ്, വലിയ ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താ, നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവിൽ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും പറഞ്ഞാൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ, ഷർട്ടൊക്കെ 360 ആ റേറ്റൊക്കെയാണ് കേട്ടോ വരുന്നത്. 350, 360 അങ്ങനത്തെ റേറ്റൊക്കെ. പിന്നെ ബെഡ്ഷീറ്റ്, ബെഡ് കവറ്, പിന്നെ അങ്ങനത്തെ പില്ലോ കവറുകൾ, ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഐറ്റംസ് അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ്, പിന്നെ അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സുകളൊന്നും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നെയ്റ്റി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷർട്ടൊക്കെ വരുന്നത് 200 രൂപ ആയിരുന്നു റേറ്റ് വരുന്നത്. ഞാനത് നോക്കി വെച്ചു, പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തൂക്കിയിട്ടതായിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. ഇതൊക്കെ ഇഷ്ടമാവുകയൊക്കെ ചെയ്ത് 200 രൂപയായിട്ട് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുക്കാണ്ട് പോന്നു കേട്ടോ. കുഴപ്പമൊന്നും തോന്നിയില്ല തുണികൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തതൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത തുണികൾ തോന്നുന്നുണ്ട്. പിന്നെ ഡെയിലി വെയർ ആയിട്ടുള്ള ട്രൗസർ അങ്ങനത്തതൊന്നും വലിയതൊന്നും ഇങ്ങനെ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല. അതൊക്കെ 200 രൂപയാണ് കേട്ടോ വരുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്നും അങ്ങനെ സ്വത്തിന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ബക്കറ്റുകൾ, ഇതൊക്കെ നല്ല ലാഭത്തിൽ തന്നെയാണ് കേട്ടോ. കൊട്ട ഒക്കെ വരുന്നത് അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു കൊട്ടയ്ക്ക് വരുന്നത് 700 രൂപയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ 100 സംതിങ്, 200 ആ ഒരു റേറ്റിൻ്റെ ഉള്ളിലൊക്കെയാണ് കേട്ടോ വരുന്നുള്ളൂ. ഇങ്ങനത്തെ ഈ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് യൂസ് ചെയ്യുന്നതൊക്കെ, ഇതൊക്കെ നമ്മൾ എടുത്തതാണ് കേട്ടോ. അതൊക്കെ 30, 40 രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളൂ. പിന്നെ ജഗ്ഗുകൾ, സംഭവം നമ്മൾ എന്താ പറയുക, പൈസയും കൊണ്ട് പോവുകയാണെങ്കിൽ വാങ്ങാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാതും പാത്രങ്ങൾ, സ്റ്റീൽ പാത്രം, ഫൈബറിൻ്റെ പാത്രം, പിന്നെ അതുപോലെ തന്നെ മറ്റ് പാത്രങ്ങൾ, ചിരവ, കത്തി, മടാൾ, അങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ പാത്രങ്ങളെല്ലാം ഞാൻ അധികം എനിക്ക് വീഡിയോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടീനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൊണ്ടെത്തിയ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുട്ടികളുടെ കസേര, അതൊക്കെ 300 ആ റേറ്റൊക്കെയാണ് കേട്ടോ വരുന്നുള്ളൂ. പിന്നെ പൂക്കളും, പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ, പിന്നെ അല്ലറ ചില്ലറ നമ്മുടെ സാധനങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ നമുക്കിതിങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുള്ള സാധനങ്ങളാണ് കേട്ടോ അതിൽ മൊത്തം കിടക്കുന്നത്. പിന്നെ മക്കൾക്ക് കളിക്കാൻ പറ്റിയ ടോയ്സൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സാധനങ്ങൾ ഞാനും താത്തയും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിടിക്കലും കുട്ടീനെ എടുക്കലും എല്ലാം കൂടെ നമുക്ക് വീഡിയോ എടുക്കലും കൂടെ നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സാധനങ്ങൾ വാങ്ങലും, ഇതൊക്കെ ഈ ടീസ്പൂണൊക്കെ വരുന്നത് 10 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനത്തെയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, കുറേ സാധനങ്ങൾ, പിന്നെ ഭരണികൾ, ഇതൊക്കെ വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല അടുക്കി ഒതുക്കി നല്ല
വൃത്തിയിൽ വെച്ച് നമുക്ക് എടുക്കാനും നല്ല എളുപ്പത്തിൽ. പിന്നെ ആൾക്കാർ അത്യാവശ്യം വരുന്നവരൊക്കെ നല്ലോണം വാങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ എന്താ പുട്ടുകുടം ഇതൊക്കെ 200 രൂപയൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ പ്ലേറ്റുകൾ സ്റ്റീലിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലടിക്കണ തിരക്കാണ് കേട്ടോ. ഇത്രയും തിരക്കാണ് കേട്ടോ. ഒരു 3-4 ലൈന് ബില്ലടിക്കാൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാനും വാങ്ങി, കുറച്ച് സാധനങ്ങൾ താത്തയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീട്ടിലെത്തിയിട്ട് ഞാൻ എന്തൊക്കെയാണ് വാങ്ങി എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു മോപ്പ് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ വെള്ളം നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ ഇതാക്കുന്നതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഒന്ന് വാങ്ങണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയത് വന്നത് 150 രൂപയാണ് റേറ്റ്. ഇനിയിപ്പോൾ യൂസ് ആക്കിയാൽ അറിയാം കയ്യിൽ കൂടെ പോരുമോ അതോ തുടയ്ക്കുമ്പോൾ പിന്നാലെ പോരുമോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. എന്നാലും യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ബാക്കി നമ്മൾ സാധനങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനൊരു ബ്രഷ് വാങ്ങിയതാട്ടോ. ഇത് 120 രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത്. നമ്മൾ ബാത്റൂമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന ഒരു ബ്രഷ് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. ഇനി ഇൻഷാല്ലക്ക് കുറച്ച് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങണം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങണം. അതിനൊക്കെ പിന്നെ ഒരു ദിവസം പോകണമെന്ന് വിചാരിക്കുന്നത്. താത്തി പോകണം പറയണത്. അതൊക്കെ നല്ല ലാഭമാണ് കേട്ടോ. തൂക്കുപാത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊന്നും നമ്മൾ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ നമുക്ക് കൈ കടഞ്ഞ് പിന്നെ നടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കും ചൂടും എല്ലാം കൂടെ ആയ കാരണം കൊണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്തായാലും ലാഭം പറഞ്ഞാൽ നല്ല ലാഭമുണ്ട് കേട്ടോ. ടീസ്പൂണ് 10 രൂപ, പിന്നെ ആ വെള്ള ടീസ്പൂണ് വരുന്ന 5 രൂപ, അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് വാഷ് ബേസിനും ചുമരും ഒക്കെ വൃത്തിയാക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. ലിക്വിഡ് ഒഴിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഉരച്ച് കഴുകാനൊക്കെ പറ്റുന്നൊരു സംഭവം. 40 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഇതൊക്കെ ബ്രഷൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഇത് 40 രൂപ തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്ക് നല്ല എല്ലാവർക്കും നല്ലോണം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. തലവണ ഒക്കെ താത്ത അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തക്കാളി ഇട്ടൊക്കെ എനിക്ക് ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. 40 രൂപ തന്നെയാണ് ഇതും വരുന്നത്. താത്ത പിന്നെ അത്യാവശ്യം സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് 9 രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പച്ചക്കറി നമ്മൾ ഉള്ളിയൊക്കെ അരിയുമ്പോൾ അതിൻ്റെ തോലൊക്കെ വേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ജഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം വാങ്ങിയിട്ടോ. നമ്മുടെ എന്താ പറയുക ഫ്ലോർ ക്ലീനറും പിന്നെ ബാത്റൂം ക്ലീനറും പിന്നെ അതുപോലെ തന്നെ ഫിനോയിലും കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് 99 രൂപയാണ് വരുന്നത്. പിന്നെ നമുക്ക് 99 രൂപയുടെ സോപ്പും പൊടിയുടെ കിറ്റുണ്ടായിരുന്നു കേട്ടോ. 3 കിലോനോ 4 കിലോനോ ഒക്കെ വരുന്നത്. അത് നമുക്ക് പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റും. അത് 5 കിലോനാണോ എന്നൊക്കെ തോന്നുന്നു കേട്ടോ. എടുക്കാൻ പറ്റാത്ത കാരണം വെയിറ്റ് കാരണം കൊണ്ട് ബില്ലടിക്കാനൊക്കെ നല്ല തിരക്കായ കാരണം എടുത്തില്ല കേട്ടോ. താത്ത അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് 3 എണ്ണം 99 കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു ജഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് 60 രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ റേറ്റ് കുറഞ്ഞതും കൂടിയതൊക്കെ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. ഓരോരോ ഇതിനനുസരിച്ച് റേറ്റ് കൂടിയത് കുറഞ്ഞത് അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് നഷ്ടമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസായിട്ട് അറിയിക്കുകയും ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.